ഓക്കെ, നമ്മളിന്ന് വേറൊരു വണ്ടിയാണ് പരിചയപ്പെടാൻ വന്നേക്കുന്നത്. 19-20 മോഡൽ ലൈലാൻഡ് 6 വീൽ വണ്ടിയാണ് വന്നേക്കുന്നത്. അതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ കസ്റ്റമറിൻ്റെ കംപ്ലയിൻറ്റ് പലയിടത്തും കൊണ്ടുപോയിട്ട് ശരിയാവുന്നില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ ടയർ വെട്ടിത്തേയുന്ന കേസാണ്. നമുക്ക് ഫ്രണ്ടിലത്തെ ടയർ ഒന്ന് കണ്ടു നോക്കാം. ഫ്രണ്ടിലത്തെ ടയർ നല്ല രീതിയിൽ അവർക്കൊരു നല്ല വിയർ വന്നിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഇതിനകത്ത് നല്ല തേയ്മാനം വന്നിട്ട് ചെത്തി തേഞ്ഞ് പോകുന്നേക്കാണ്. അകവും പുറവും നല്ല രീതിയിൽ തേയ്മാനം വന്നേക്കാണ്. അപ്പോൾ അവരത് അലൈൻമെൻറ്റ് ചെയ്യാൻ കൊണ്ടുവരുന്നു. അലൈൻമെൻറ്റ് ചെയ്യാൻ കൊണ്ടുപോയ സമയത്താണ് അലൈൻമെൻറ്റിൻ്റെ സെക്ഷനിൽ എന്ന് പറഞ്ഞാൽ അവരുടെ ട്രാക്ക് റോഡും അതായത് ഡ്രാഗ് ലിങ്ക് അസംബ്ലിയും കംപ്ലയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു. നമ്മളതനുസരിച്ചിട്ട് നമ്മളിവിടെ വന്ന് ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. ഇതാണ് നമ്മുടെ ഡ്രാഗ് ലിങ്ക് അസംബ്ലി വരുന്നത്. ഇതിൻ്റെ എൻഡ് നിങ്ങൾ നോക്കി കാണും. ഇതാണ് നമ്മൾ സ്റ്റിയറിംഗ് ബോക്സിലേക്ക് വരുന്ന, ഇത് നമ്മുടെ എൻഡിലേക്ക് വരുന്നതാണ്. വീലിൻ്റെ അലൈൻമെൻറ്റിൻ്റെ അതിലേക്ക് വരുന്ന എൻഡാണിത്. ഈ എൻഡിൻ്റെ ഇളക്കം ഇങ്ങനെ വരുന്നതുകൊണ്ടാണ് അവർക്ക് അലൈൻമെൻറ്റ് കറക്റ്റായിട്ട് കിട്ടാതെ വരുന്നത്. ഇതിലാണ് നമുക്ക് അവർ അലൈൻമെൻറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ കൊടുക്കുന്ന സമയത്ത് അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യുന്നത് ഈ ഒരു സിസ്റ്റത്തിലാണ്. ഇതിങ്ങനത്തെ ഇളക്കം വരുന്ന സമയത്ത് അവർക്ക് കറക്റ്റ് പൊസിഷൻ കിട്ടാതെ വരും. അപ്പോൾ നമ്മുടെ ഡ്രൈവറിനും കറക്റ്റ് സ്റ്റിയറിങ്ങിനൊരു കറക്റ്റ് ഒരു പൊസിഷൻ കിട്ടാതെ വരുന്ന സമയത്താണ് ഇവർക്ക് ഈ ടയർ വെട്ടിയതെന്ന് കേസ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ടയറിൻ്റെ ബാക്കിൽ മെയിൻ ആക്സിലിൻ്റെ തൊട്ട് ബാക്കിലൊരു ഡ്രാഗ് ലിങ്ക് ഒരു ട്രാക്ക് റോഡ് അസംബ്ലി വരുന്നുണ്ട്. ആ ട്രാക്ക് റോഡ് അസംബ്ലിയുടെ 2 എൻഡും കംപ്ലയിൻറ്റ് കണ്ടിട്ടുണ്ട്. ആ 2 എൻഡ് ഇപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അത് ചേഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് അലൈൻമെൻറ്റ് ചെക്ക് ചെയ്ത് പക്കയായിരിക്കും. പിന്നെ നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ വിറക്ഷനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ.